ഇങ്ങനെ മൊത്തം മതി. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ മജീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറിയാമോ പള്ളി പിന്നെടുക്കണി അതിൻ്റെ അതാ ലെഫ്റ്റ് റൈറ്റിൻ്റെ തലക്കലുള്ള എനിക്ക് തലക്കെത്തിക്കണം അവിടെ ഈ തലക്കലല്ല ആ തലക്കൽ ലെഫ്റ്റ് റൈറ്റിലുള്ള നോക്കി എല്ലും ആറും ഉണ്ടാവും അതിൻ്റെ അവിടെ ഒരു തലക്കൽ ആ ഒന്ന് എല്ലിൽ ഒന്ന് കുത്തി എല്ലിൽ ആറിലും അതിലും ഒന്ന് കുത്തി ആ തലക്കലാണ്.
തെന്നല പഞ്ചായത്തിലെ മെമ്പറായി നസീമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ആശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തമായും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു. തെന്നല പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട നന്നബ്ര മുസ്ന ഷാനിദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി അബ്ദുൽ ഗഫൂർ കെ എന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട സെലീന കരിമ്പിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല പഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട സുലൈഖ പെരിങ്ങോടൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല പഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ബഷീർ തൈവളപ്പിൽ എന്ന ഞാൻ
നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മതമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ അഫ്സൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോട് എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യും. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട റഹിയാന സലാഹി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ സലീം മച്ചിങ്ങൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല ഗ്രാമപഞ്ചായത്തിലെ അച്ചായി മുഹമ്മദ് എന്ന കുഞ്ഞാവ
എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആണല്ലോ മൈക്കല്ലോ ഇന്നലെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാൻ മുഹമ്മദ് കുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തെന്നല ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ബുഷ്ര അക്ബർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ 5 വർഷക്കാലം ഈ പഞ്ചായത്തിലെ എല്ലാ കച്ചറകളും പുറത്തുനിന്നും പ്രപ്പോസലിനെടുത്ത് ആദ്യം പിന്നാസറായ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ 17 ജനപ്രതിനിധികൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള സംസാരമാണ്. ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ടി വി മൊയ്തീൻ സാഹിബിനെ ക്ഷണിക്കും. പ്രിയമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ, മറ്റിവിടെ കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥ, മറ്റ് നാട്ടുകാർ, ഇവിടെ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത പോലെ അള്ളാഹുവിൻ്റെ നാമത്തിലും ഈശ്വര നാമത്തിലുമാണ് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു സത്യസന്ധത നിങ്ങൾ പുലർത്തണം എന്നാണ് നിങ്ങളോട് ആദ്യം പറയുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാർ ജനങ്ങളുടെ ദാസന്മാരാണ്, സേവകരാണ് എന്നൊരു ബോധം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അടുത്തതായി ശംസുദ്ദീൻ പൂക്കിപ്പറമ്പ്. ബഹുമാന്യരായ
വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ജനാധിപത്യ വിശ്വാസികളെ, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, ഇന്ന് നമ്മൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ വേദിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടം ഇവിടെ അവസാനിച്ച് ഇന്ന് മുതൽ തെന്നല ഗ്രാമപഞ്ചായത്തിലെ 17 മെമ്പർമാര് ഔദ്യോഗികമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും നേരത്തെ TV സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള 5 വർഷക്കാലം ഈ മെമ്പർമാര് ജനസേവകരായിട്ട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോ മറ്റോ ഒന്നും കാണിക്കാതെ എല്ലാ ജനതയും ഒന്നാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ഈ മുഴുവൻ 17 മെമ്പർമാർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയിച്ചു. അടുത്തതായി നൗഷാദ്. സ്നേഹമുള്ള വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രധാന കാരണവന്മാർ, അതോടൊപ്പം തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ ജനപ്രതിനിധികൾ, കഴിഞ്ഞ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2 മാസക്കാലത്തെ നമ്മുടെ കച്ചി രാഷ്ട്രീയത്തിനപ്പുറം നിന്നുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ശേഷം നമ്മൾ വീണ്ടും കച്ചി രാഷ്ട്രീയത്തിനപ്പുറം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജനസേവകരായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട 17 അംഗങ്ങൾ ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. നമ്മൾക്കറിയാം, പ്രാദേശികപരമായി ജനങ്ങളുടെ ഏറ്റവും അടിത്തട്ടിൽ ഒട്ടി നിൽക്കുന്ന പ്രാദേശിക ഭരണകൂടമാണ് ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ അകത്ത് വരുന്ന എല്ലാവിധ സേവനങ്ങളും നമ്മുടെ മറ്റു തലത്തിൽ ജനങ്ങളെ കണ്ട് കാണാതെ എല്ലാവരും പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഈവൻ നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികൾക്കും അവരുടെ ഉത്തരവാദിത്വം പരമാവധി നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഷെരീഫ് വടക്കേ. ബഹുമാനപ്പെട്ട വേദിയിലുള്ള നേതാക്കന്മാരെ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, തെന്നല പഞ്ചായത്തിലേക്ക് അടുത്ത 5 വർഷം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, 2 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ജനാധിപത്യ പോരാട്ടത്തിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് 17 വാർഡിൽ നിന്നും വിവിധ ആളുകളായി ഇവിടെ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മെമ്പറാണ്. അവിടെ കക്ഷിക്കോ രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ സ്ഥാനമില്ല. വികസനത്തിൽ രാഷ്ട്രീയമില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം അത്തരത്തിലുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഈ ഭരണസമിതി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനിയുള്ള 5 വർഷക്കാലം ഇലക്ഷൻ്റെ മുമ്പുള്ള പ്രക്രിയകളൊക്കെ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി ഈ നാടിൻ്റെ, ഈ പഞ്ചായത്തിൻ്റെ വികസനമാണ്, പുരോഗതിയാണ് നിങ്ങളുടെ മനസ്സിലും ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവേണ്ടത്. അതിന് കൂട്ടമായുള്ള പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ആ കൂട്ടമായ പ്രവർത്തനം നടത്തുന്നതിന് വിഭാഗീയത ഉണ്ടാക്കാതെ, അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിൽ വെക്കാതെ, ഈ നാടിൻ്റെ പുരോഗതിയാണ്, ഈ പഞ്ചായത്തിൻ്റെ പുരോഗതിയാണ്, ഈ വാർഡിൻ്റെ വികസനമാണ്, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. അങ്ങനെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സാധ്യമാവാത്തത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനമാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. 2 മെമ്പർമാരാണ്. പൊതുപ്രവർത്തനത്തിന് ഒരു ഐഡന്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പൊതുപ്രവർത്തനം നടത്താൻ ആർക്കും ഇന്ന ഐഡന്റിറ്റി കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഒരു ഐഡന്റിറ്റി കിട്ടി, ഒരു ഐഡന്റിറ്റി, ഒരു തിരിച്ചറിയൽ കാർഡ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊരു മെമ്പർമാരാണെന്നുള്ള തിരിച്ചറിയൽ കാർഡ്. ആ കാർഡ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വിശ്വാസികളാണ്, ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത 17 ആളുകളും വിശ്വാസികളാണ്. അള്ളാഹുവിൻ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്, ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്, ദൃഢപ്രതിജ്ഞ എടുത്തവരുണ്ട്.
നമ്മളൊക്കെ ഈ ഇരിക്കുന്ന പല ആളുകളും ഈ ലോകത്ത് മാത്രമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകമുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളൊക്കെ ഇരിക്കുന്നു. നമ്മൾ 5 വർഷം സേവകരായി ഇറങ്ങാൻ പോകുന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും. ആ സേവകരായി ഇറങ്ങാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ പൊതുപ്രവർത്തനത്തിന് നമുക്ക് ഓണറേറിയം ലഭിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് സാലറി ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇനി നിങ്ങൾ നടത്തുന്ന പൊതുപ്രവർത്തനം നിങ്ങൾക്ക് ഓണറേറിയമായി നിങ്ങൾക്ക് ഒരു ചെറിയ സംഖ്യ കിട്ടും. എന്നിരുന്നാലും ആ സംഖ്യ കൊണ്ട് നിങ്ങളെ കുടുംബം കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ നെയ്യത്തുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ലോകത്തേക്ക് മാത്രമല്ല പരലോകത്തേക്ക് മാറ്റി വെച്ചുള്ള പ്രവർത്തനങ്ങൾ. ഇന്നമൽ അഹ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവി വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. നമ്മളെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും തെന്നല പഞ്ചായത്തിൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു വികസന കാഴ്ചപ്പാടിനാണ് ഞങ്ങൾ മുൻതൂക്കം നൽകുന്നത്. അത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി ചെയ്യുന്നു. അടുത്തായി അക്ബർ വരിക്കോട്. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, തിരഞ്ഞെടുക്കപ്പെട്ട 17 മെമ്പർമാരെ, നല്ലവരായ നാട്ടുകാരെ, നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ അംഗങ്ങളൊക്കെ കഴിഞ്ഞു, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഓരോ വാർഡിലെയും വികസന സ്വപ്നങ്ങൾ നമ്മൾക്ക് കാണിച്ച് കൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വികസനങ്ങൾ 5 വർഷം കൊണ്ട് ഓരോ വാർഡിലും കാണിച്ചു കൊടുത്തുകൊണ്ട് ഓരോ വാർഡിലെയും മെറിറ്റുകൾ അനുസരിച്ചുകൊണ്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ടുള്ള നല്ല മെമ്പർമാരായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്യുന്നു. KV മജീദ്. വേദിയിലുള്ള റിട്ടേണിംഗ് ഓഫീസർ, സെക്രട്ടറി, മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, എൻ്റെ മുമ്പിലുള്ള ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ എൻ്റെ മുമ്പിലുള്ള കാരണവന്മാർ, യുവാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോർഡ് മെമ്പറായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നമ്മുടെ ഈ നാടിനു വേണ്ടി കഴിഞ്ഞ ഭരണസമിതി വികസന കാര്യങ്ങളിലൊക്കെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ നാടിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഈ വരുന്ന ഭരണസമിതിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമൊക്കെ സാധിക്കുമാറാവട്ടെ. അതിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. CK കോയ മുസ്ലിം. വളരെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണത്. ഇവിടെ ഇതിനൊരു പ്രത്യേകതയുള്ളത്, 2-3 ചേരിയിലൊക്കെയായി നിന്ന് മത്സരിച്ച ആളുകളും ആ മത്സരിച്ച ആളുകളുടെയൊക്കെ പ്രതിനിധികളും ഒക്കെ പങ്കെടുത്ത ഒരു സദസ്സായി ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എല്ലാവരും ഈ സംഗതിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നല്ല കാര്യമാണ്. വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. എന്നാലും വളരെ ഭംഗിയായി യാതൊരു കുഴപ്പവുമില്ലാതെ ഐക്യത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അത് നമ്മുടെ മേഖലയിലുള്ള വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സത്യപ്രതിജ്ഞയിൽ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈ 5 കൊല്ലം മുന്നോട്ട് പോകാൻ ഈ മെമ്പർമാർക്കാകുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് വാക്കുകൾ നിർത്തുന്നു. ടി മുഹമ്മദ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, ഉദ്യോഗസ്ഥരെ, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ,
സാധാരണക്കാരന്റെ MP-യും MLA-യും മന്ത്രിയും ഒക്കെ 5 കൊല്ലക്കാലം ഇനി നിങ്ങളാണ്. ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ പഞ്ചായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ച് വിജയിക്കണം. അതിനെല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട സെക്രട്ടറിയുടെ നന്ദി പ്രകടനത്തോടുകൂടി ഈ പരിപാടി അവസാനിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ 17 മെമ്പർമാർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ നാട്ടുകാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഈ വേദി പോലെ അടുത്ത 5 വർഷവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ഈശ്വരൻ തുണക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സെക്രട്ടറിയെ ക്ഷണിക്കും. ബഹുമാന്യരെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾ, കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മൾ തുടങ്ങി വെച്ച ഒരു പ്രക്രിയയുടെ അവസാന ഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ വളരെ ഭംഗിയായിട്ടും സമാധാനപരമായിട്ടും ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ടുപോകാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുജനങ്ങളും കാണിച്ച ആ സന്മനസ് ഉദ്യോഗസ്ഥ നിലയിൽ ഞാൻ ഒരിക്കലും മറക്കാവുന്നതല്ല. ആദ്യമായിട്ട് അത്തരത്തിലൊരു സഹകരണം ഈ നാട്ടിലെ ജനത ഞങ്ങളോട് കാണിച്ചുള്ള അകൈതമായ നന്ദി ഞാൻ ആദ്യമേ പ്രകടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രതീക്ഷയോടെ ജനങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ട പുതിയതായി പിന്നെ വന്നിട്ടുള്ള ജനപ്രതിനിധികൾ അടുത്ത 5 വർഷം വികസനത്തിൻ്റെ ചുക്കാൻ, ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ചുക്കാൻ പിടിക്കേണ്ട അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേടുകയാണ്. ജനങ്ങളുടെ സ്വപ്നം തീർച്ചയായിട്ടും നിങ്ങൾ ലഭിച്ച സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള എല്ലാ പ്രയത്നങ്ങൾക്കും ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിലും എൻ്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മൊത്തം പ്രതിനിധി എന്ന നിലയിലും ജനപക്ഷത്തു നിന്നുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. കൂടുതൽ പറഞ്ഞ് ചടങ്ങ് നീട്ടുന്നില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സതീഷ് സാർ, അതോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് ഇവിടെ അധികാരം ഏറ്റെടുത്തിട്ടുള്ള പുതിയ ജനപ്രതിനിധികൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ബഹുമാനായ പൊതുപ്രവർത്തകർ, ഈ ചടങ്ങ് വീക്ഷിക്കാൻ വന്നിട്ടുള്ള പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, ഇവർക്കെല്ലാവർക്കും വളരെ സന്തോഷത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. യോഗ നടപടികൾ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. അതേക്ക് വേണ്ടി ഒരു നമുക്ക് അടുത്തതായിട്ടുള്ളത് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ ആദ്യ യോഗം. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അബ്ദുൽ മജീദ് അവരുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഉള്ള കോൺഫറൻസ് ഹാളിൽ ചേർന്നു. പരിപാടി അവസാനിച്ചിരിക്കാൻ പ്രസിഡന്റ് പുലിയ വരിക്കുവൻ റെഡിയ